everyone. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് MySQLിലെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ആണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ആണ്. SQL ഒരുപാട് ഫങ്ഷൻസ് അവൈലബിൾ ആണ്. MySQLിന്റെ മെയിൻ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ അവൈലബിൾ ആവുന്ന എല്ലാ ഫങ്ഷൻസിന്റെയും ലിസ്റ്റിൽ കാണാം. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സം ഓഫ് ദ മാത്തമാറ്റിക്കൽ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സം, കൗണ്ട്, മിനിമം, മാക്സ് പോലുള്ള ഫങ്ഷൻസ് ആണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സാലറി, പിന്നെ അതിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ഇനി ഈ ടേബിളിലേക്കാണ് ഞാൻ ഈ ഫങ്ഷൻസ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ടേബിൾ എംപ്ലോയി ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സാലറി. ഇതിൽ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് കൗണ്ട് എന്ന ഫംഗ്ഷനാണ്. സെലക്ട് കൗണ്ട്. നമ്മൾ കൗണ്ട് കൊടുക്കുന്നത് നമുക്ക് എംപ്ലോയി ID എന്ന കോളത്തിന് കൊടുക്കാം. എംപ്ലോയി ID കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ആ റോ മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് മൊത്തം എത്ര റോ ഉണ്ട് എന്ന് കാണിക്കും. ഫ്രം ടേബിൾ നെയിം കൊടുക്കാം. ടേബിൾ നെയിം എംപ്ലോയി എന്നാണ്. കൗണ്ട് എംപ്ലോയി ID 7 ആണ് കൗണ്ട്. ഇവിടെ കൗണ്ട് എംപ്ലോയി ID എന്നാണ് ടൈറ്റിലായി കൊടുക്കുന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ആസ് എന്ന് കൊടുത്തിട്ട് എന്ത് ടൈറ്റിൽ നെയിമാണ് വേണ്ടതെന്ന് ഇവിടെ കൊടുക്കാം. ഞാൻ ടോട്ടൽ എംപ്ലോയീസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ എംപ്ലോയീസ് എന്നായി. ഓക്കെ, അങ്ങനെയാണ് കൗണ്ട് കാണുന്നത്. നെക്സ്റ്റ് നമുക്ക് സം കാണണം. സം എംപ്ലോയി ഐഡിയുടെ അല്ല, നമുക്ക് സാലറിയുടെ കാണും. സാലറി കോളം നെയിം ടോട്ടൽ സാലറി എന്നൊരു ടൈറ്റിൽ. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കാണിക്കാണ്. ടോട്ടൽ സാലറി, ഇതാണ് നമ്മുടെ ടോട്ടൽ സാലറി. ഇനി മിനിമം വാല്യൂ കിട്ടുന്നതിന് MIN മിൻ. ഓക്കെ, എക്സിക്യൂട്ട്. ഇതാണ് മിനിമം എന്ന ഫംഗ്ഷൻ. ഇനി മാക്സിമം വാല്യൂ കിട്ടുന്നതിന് എക്സിക്യൂട്ട്. ഇതാണ് മാക്സിമം. ഇനി അവറേജ് AVG അവറേജ് വാല്യൂ കിട്ടുന്നതിന് ഇതാണ് അവറേജ്. ഇനി കോൺകാറ്റ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഇതിൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന രണ്ട് കോളം ഉണ്ടല്ലോ, ആ രണ്ട് കോളം മെർജ് ചെയ്തുകൊണ്ട് ഒരു കോളം ആക്കി കാണണമെങ്കിൽ കോൺകാറ്റ് എന്ന ഫംഗ്ഷൻ. കോൺകാറ്റ് last name. Execute. ഓക്കെ, എങ്ങനെയാണ് കോൺകാറ്റ് ചെയ്യുന്നത്? നമുക്ക് ഇതിന്റെ ഇടയിൽ ഇനി സ്പേസ് വേണമെങ്കിൽ ഇവിടെ ഒരു ഓക്കെ ഇപ്പോൾ സ്പേസ് വന്നിട്ടുണ്ട്. ഇതാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ്, അഗ്രിഗേറ്റ് ഫങ്ഷൻസ്. ഓക്കെ, ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. അതായത് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ, ഒരുപാട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അവൈലബിൾ ആണ് MySQL-ൽ. അതിൽ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന സം ഓഫ് ദി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് എന്ന ലോജിക്കൽ ഓപ്പറേറ്റർ ചെക്ക് ചെയ്യാം. സെലക്ട് where നമ്മൾ ആദ്യം ടേബിൾ ഒന്ന് എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടേബിൾ. ഇതിൽ നമുക്കൊരു എംപ്ലോയി ID ഗ്രേറ്റർ ദാൻ 5 സാലറി 20. ഓക്കെ, where ഓക്കെ, ഇവിടെ ടേബിൾ നെയിം കൊടുത്തിട്ടില്ല. സെലക്ട് എംപ്ലോയി. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻഡ് ഫംഗ്ഷൻ. ചെക്ക് ചെയ്യുന്നതാണ്. എക്സിക്യൂട്ട്. ഇങ്ങനൊരു നമുക്ക് ഡാറ്റ കിട്ടുന്നില്ല. നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുപോലെ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് കൊടുക്കുമ്പോൾ യൂസ് ചെയ്യുന്നൊരു ഓപ്പറേറ്റർ ആണ് ആൻഡ്. ഇനി ഓർ എന്ന ഓപ്പറേറ്റർ. ഓർ. ഓക്കെ, ഇതാണ് ഓർ എന്ന ഓപ്പറേറ്റർ. ഇനി നോട്ട് എന്ന ഓപ്പറേറ്റർ. നോട്ട്. ഓക്കെ, ഇനി നോട്ട് എന്ന ഓപ്പറേറ്റർ ആണ്. നോട്ട് ഓക്കെ, ഇതാണ് നോട്ട് എന്ന ഓപ്പറേറ്റർ. ഇവിടെ എംപ്ലോയി ID 4-ൽ കൂടുതൽ അല്ലാത്തതും അതുപോലെ തന്നെ സാലറി 20,000-ൽ താഴെ അല്ലാത്തതുമായ അതാണ് നമ്മളിവിടെ സെർച്ച് ചെയ്തത്. ഓക്കെ, ഓക്കെ, ഇനി ബിറ്റ്വീൻ എന്നൊരു ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, ഇതാണ് ബിറ്റ്വീൻ എന്ന ഓപ്പറേറ്റർ. സാലറി ബിറ്റ്വീൻ ഈ 20,000-ന്റെയും 60,000-ന്റെയും ഇടയിലുള്ള ഡാറ്റ സാലറി കിട്ടുന്നത് കാണാനാണ് നമ്മളത് യൂസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ഇൻ എന്നൊരു ഓപ്പറേറ്റർ. സാലറി ഇൻ പാരന്തസിസിനകത്താണ്. ഓക്കെ, 2 റൗണ്ട് കൊടുക്കാം. ഒരു റോ ആണുള്ളത്. 20,000 അല്ലെങ്കിൽ 60,000 വരുന്നതാണ് നമ്മൾ ചെക്ക് ചെയ്തത്. ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് മനസ്സിലാക്കി. ആൻഡ്, ഓർ, നോട്ട്, ബിറ്റ്വീൻ, ഇൻ, ഇതൊക്കെയാണ് മെയിൻലി യൂസ് ചെയ്യുന്ന ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഫങ്ഷൻസും നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഈ വീഡിയോയിൽ വീണ്ടും പറഞ്ഞു. വീഡിയോ ലാഗ് ആക്കിയിട്ടില്ല. സോ മുൻപ് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ അതിൻ്റെ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അത് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.